സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മുടെ സുനിത വില്യംസ് നാട്ടിലെത്തിയിരിക്കുന്നു. സന്തോഷമുള്ള കാര്യമാണ്, ശാസ്ത്രത്തിന് വിജയമാണ്. പക്ഷേ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ഇന്ത്യയിലെ ഒരു മൂലയ്ക്കുള്ള ആളുകളൊക്കെ എന്തിനാണ് ഇങ്ങനെ തുള്ളുന്നത് എന്ന് എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. ഭയങ്കര രസകരമാണ്. ആ തുള്ളലൊന്ന് കണ്ടുനോക്കൂ. നമ്മളെ നാട്ടുകാർക്ക് ഇച്ചിരി രോഗമുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയെങ്കിലും ആരെങ്കിലും കഷ്ടപ്പെട്ട് എവിടെയെങ്കിലൊക്കെ എത്തി വിജയിച്ചു കഴിഞ്ഞാൽ അവരുടെ എന്താ പറയുക പിതൃത്വമൊക്കെ പിന്നെ നമ്മൾ ഏറ്റെടുക്കുന്നില്ല. സുനിത വില്യംസ് ഏകദേശം 1958 യു എസ് എയിലേക്ക് സുനിത വില്യംസിന്റെ അച്ഛനമ്മയുള്ള ആൾക്കാരൊക്കെ കുടിയേറുന്നത്. 1958 സ്വാതന്ത്ര്യം കിട്ടി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഈ നാട് വിട്ട് അവര് യു എസിലേക്ക് കുടിയേറി. ഒരു തരത്തിൽ പറഞ്ഞാൽ അവർ യു എസിലേക്ക് കുടിയേറിക്കൊണ്ടത് മാത്രമായിരിക്കാം അവർക്ക് ഇങ്ങനെയൊക്കെ ഒരു വിജയം കൈവരിക്കാൻ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ കൂടി നമ്മൾ അതിനെ സംസാരിക്കണം. കാരണം ഇവർ ജനിച്ചത് ഗുജറാത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിലാണ്. അവർ ജനിച്ച വീടും മറ്റൊക്കെ ഇപ്പോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നുണ്ട്. അതൊന്ന് കണ്ടോക്കും. ഇതവരെ ജനിച്ച വീടാണ്. ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്കൊരു പാട്ട് കേൾക്കാം. ചുമ്മാ പാട്ടല്ല, അവിടുത്തെ വിശ്വാസപരമായിട്ടുള്ള എന്തൊക്കെയോ പ്രാർത്ഥനാ ഗീതങ്ങളാണ് നമുക്ക് അവിടെ കേൾക്കാൻ കഴിയുന്നത്. ഞാനിങ്ങനെ പറയാനുള്ള കാരണം, സുനിത വില്യംസ് നമ്മുടെ ഇന്ത്യയിലായിരുന്നുവെങ്കിൽ, ഇന്ത്യയിൽ തന്നെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നെങ്കിൽ എന്തായി തീരുമായിരുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ അവരെത്തി നിൽക്കുന്ന വലിയ ഹൈറ്റ്സിലേക്കൊക്കെ അവരെത്തിച്ചേരുന്നില്ല. കാരണം ഗുജറാത്ത് എന്ന് പറയുന്ന ആ ഒരു കുഗ്രാമത്തിൽ നിന്ന് അവരെത്ര തന്നെ ഉയരേക്ക് എത്തിച്ചേരാൻ ശ്രമിച്ചാലും അവരെ തടയിടുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കുന്നതാണ്. അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം നമ്മൾ പറഞ്ഞുതരാം. സുനിത വില്യംസ് അവിടെ എത്തി നമ്മുടെ ലോകത്ത് ലാൻഡ് ചെയ്തു, തിരിച്ച് നമ്മുടെ മദർലാൻഡിലേക്ക് തിരിച്ചെത്തി എന്ന് കഴിഞ്ഞ സമയത്ത് നമ്മുടെ മനോരമയിൽ വന്ന വാർത്ത എങ്ങനെയാണ്? രുചിച്ചു കഴിഞ്ഞതും സുനിത പറഞ്ഞു, ഇതെനിക്ക് എൻ്റെ അടുത്ത യാത്രയ്ക്ക് വേണം. സുനിത വില്യംസിന് ഇഷ്ടം ബീട്രൂട്ട് ഹൽവയും ഐസ്ക്രീമും. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഈ മനോരമ എന്ന് പറഞ്ഞത് ഒരുമാതിരി മഞ്ഞ ചാനലുകളെക്കാൾ അപ്പുറം ഒരു മോശപ്പെട്ട രീതിയിലാണ് പലപ്പോഴും വാർത്തകളൊക്കെ കൊണ്ടുവരുന്നത്. ഇനി അതവിടെ കിടക്കട്ടെ. ഈ ന്യൂസ് 18 എന്നുള്ള പറഞ്ഞ വാർത്തകളൊക്കെ ഇനി വരാൻ സാധ്യതയുള്ള വാർത്തകളാണ് കേട്ടോ. ഭഗവത്ഗീത ഗണപതി വിഗ്രഹം ബഹിരാകാശത്തേക്ക് സുനിത വില്യംസ് കൂടെ കൊണ്ടുപോയ ഇഷ്ട വസ്തുക്കൾ. എന്റെ പൊതു സുഹൃത്തുക്കളെ, ഇതോടെ കൊണ്ടുപോയിട്ടൊന്നും ഒരു പിടുത്തമില്ല. പക്ഷെ നമ്മൾ ഇങ്ങനെയൊക്കെ തള്ളിക്കളയും. എങ്ങനെയെങ്കിലും സുനിത വില്യംസിനെ, ഇവിടെയുള്ള സംഘികൾക്ക് സുനിത വില്യംസ് ഹിന്ദുമത വിശ്വാസിയാണ്, അത് തീവ്ര ഹിന്ദുമത വിശ്വാസിയാണ്, ഭഗവത്ഗീതയൊക്കെയാണ് അവരങ്ങോട്ട് കൊണ്ടുപോയത്. ഇനിയിപ്പോ എങ്ങനെയൊക്കെ വാർത്തകൾ വരാമെന്ന് ഇതിനു മുന്നെയാണ് സുനിത വില്യംസിന് ദിവസം കോട്ടയം ഷാപ്പിൽ ഞണ്ടുകറിയും ചീരത്തോരണമെന്ന് മനോരമ എഴുതാൻ സാധ്യത ഉണ്ടെങ്കിൽ സുനിതയുടെ ഇഷ്ടദൈവം ഗണപതി എന്ന് ന്യൂസ് 18 ഒരു പക്ഷേ ഇങ്ങനെ വാർത്ത പുറത്തേക്ക് വിടാൻ സാധ്യതയുണ്ട്. മനുഷ്യൻ ചൊവ്വ ദോഷത്തിന് പിറകെ സുനിതയും ടീമും ശാസ്ത്രത്തിന്റെ പിറകെ ആശംസകൾ എന്ന് പറഞ്ഞിട്ട് ഒരുപക്ഷെ കൈരളി ചാനല് ഇങ്ങനെയായിരിക്കും വേറെ വാർത്തകളൊക്കെ വിടുക. നമ്മുടെ ഭാഗ്യം ഇക്കാലം അത്രയും ദൈവങ്ങളെ സംരക്ഷണത്തിലായിരുന്നു ഞങ്ങൾ എന്ന് പറയാതിരുന്നത്. ഒരുപക്ഷെ ദൈവമൊക്കെ ഉള്ളതുകൊണ്ട് മാത്രമാണ്, അവിടെ പടച്ചുള്ളതുകൊണ്ട് മാത്രമാണ് സുനിത അവിടെ ജനിച്ചത്, അല്ലെങ്കിൽ അവിടെ അങ്ങനെ സ്വൈര്യമായിട്ടൊക്കെ ജീവിച്ചത് എന്നൊക്കെ ഇനി പറഞ്ഞു കളയും. ഒന്നും വേണ്ടെന്നേ. സുനിത വില്യംസിന് തിരികെ വരാൻ വേണ്ടിയിട്ട് എലോൺ മസ്കിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച വാഹനമാണ് കൊണ്ടുപോയിട്ട് തിരികെ കൊണ്ടുവരുന്നത്. എന്നാൽ ആ വാഹനത്തിൽ രൂപമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇനി അത് ഏതെങ്കിലും എന്താ പറയുക, ദൈവത്തിന് പ്രതിഷ്ഠയുമായിട്ട് സാമ്യം ഉണ്ടെന്നൊക്കെ രീതിയിലൊക്കെ ആളുകളൊക്കെ മറച്ചേക്കാം. ഒപ്പം തന്നെ വേറെ ചില ചില സെമിറ്റിക് മതവിശ്വാസികളെല്ലാം അവരെ ഗ്രന്ഥത്തില് ഇങ്ങനെ ഒരു സ്ത്രീ ഉണ്ടാകുമെന്നും ആ സ്ത്രീ സ്പേസിലേക്ക്, ആകാശത്തിലേക്ക് പോകുമെന്നും അവിടെ കുറച്ചു കാലം താമസിക്കുമെന്നും തിരിച്ചു വരുമെന്നൊക്കെ അവരെ മതഗ്രന്ഥത്തിൽ മുന്നേ തന്നെ 6-ാം നൂറ്റാണ്ടിൽ തന്നെ ഏതൊരു മനുഷ്യൻ എഴുതപ്പെട്ടിരുന്നു എന്ന രീതിയിലൊക്കെ ഇനി തള്ളലുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. നോക്കൂ, നമ്മുടെ ശാസ്ത്രലോകത്തിന് അത്ഭുതമാണ്. അപാര ധൈര്യമുള്ള സ്ത്രീയാണ്. ഇങ്ങനെ എന്താ പറയാ, എത്തിപ്പെടാൻ പറ്റാത്ത ഒരു സ്ഥലത്തേക്ക് ചിലർ വർക്കുകളായിട്ട് മാത്രം പോവുക, അവിടെ 9 മാസത്തോളം അവിടെ ജീവിക്കേണ്ടി വരിക, തിരിച്ച് ഇങ്ങോട്ട് ഇങ്ങോട്ട് വരിക, അവരുടെ ശരീരത്തിനും മറ്റൊക്കെ അതിൻ്റെതായിട്ടുള്ള വലിയ വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുക, അതിനൊക്കെ തരണം ചെയ്യാൻ ഒരു സ്ത്രീ തയ്യാറാവുക എന്നൊക്കെ പറയുന്ന വലിയ വലിയ കാര്യങ്ങളാണ്.
എത്രയോ കാലം മുമ്പ് ഇന്ത്യയിൽ നിന്ന് പോയി ഇന്ത്യയുമായിട്ട് ഒരുപക്ഷെ അവർക്ക് ഒരു ബന്ധവുമില്ലെന്ന് പറയേണ്ടി വരും. മുതുമുത്തശ്ശൻ ആരോ, എൻ്റെ അപ്പൂപ്പൻ ആരോ, എൻ്റെ എന്താ പറയാ ആനപ്പുറത്ത് കയറി എൻ്റെ ഒരു തഴമ്പുണ്ടെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. ഇവിടെ അവിടെ പോയി ഇപ്പൊ അവിടെ എന്താണ് കൃത്യമായിട്ടും അമേരിക്കൻ സിറ്റിസണുള്ള, ഇന്ത്യയുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത അവരെ നമ്മളുടെ ഭാഗമാക്കി മാറ്റാനും നമ്മുടെ ഹിന്ദു മതത്തിന്റെ ഭാഗമാക്കി മാറ്റാനും ഭാരതത്തിന്റെ പുത്രിയാണെന്ന് ഇതിൽ ആഘോഷിക്കാനാണ് ഇവിടുത്തെ ആളുകളൊക്കെ മെനക്കെടുന്നത്. ഒപ്പം മനോരമ പോലുള്ള ചാനലുകൾ അവർ കഴിക്കാൻ ഇഷ്ടമുള്ള ചമ്മന്തിയെ കുറിച്ചും അവർ കഴിക്കാൻ ഇഷ്ടമുള്ള കള്ളിനെ കുറിച്ചും പൊള്ളിച്ച മീനിനെ കുറിച്ചിട്ടൊക്കെ വാർത്തകൾ ചമച്ചുകൊണ്ടേയിരിക്കും. ഞാൻ വിചാരിച്ചത് ഇപ്രാവശ്യം അത് ഉണ്ടാവില്ല എന്നാണ്. പക്ഷെ അത് ഉണ്ടായി എന്ന് പറയുമ്പോൾ ഇവരൊക്കെ ഏത് ലോകത്താണെന്നുള്ളതാണ്. ബൈ. ഒന്നും പറയണ്ട. നമുക്കിപ്പോൾ ചൊവ്വാദോഷം തീർക്കാൻ ഈ അടുത്ത് റോട്ടിൽ അടുപ്പ് കൂട്ടിയിട്ട് പായസം ഉണ്ടാക്കി തിന്നിട്ടുള്ളൂ. ബൈ.